അല്ല, അതിലിപ്പോൾ 9 കേസുകൾ ഹൈക്കോടതിയിലുണ്ട്, 2 കേസുകൾ ട്രിബ്യൂണലിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊരു പ്രഖ്യാപനം നടത്തി നാളെ പുതിയൊരു പ്രശ്നം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും നേരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ശാശ്വതമായൊരു പരിഹാരം, അർഹരായിട്ടുള്ള മുഴുവൻ കൈവശാവകാശക്കാരുടെയും നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനുള്ള ശാശ്വതമായ പരിഹാരം. അതിപ്പോൾ നമുക്കൊരു യോഗത്തിലിരുന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ വീണ്ടും ചിലപ്പോൾ ഇവർ തന്നെ പ്രതിസന്ധിയിലായി വരും. അപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉചിതമായത് വളരെ ശരിയായൊരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പരിഹാരമായിരിക്കും. അതിനാണ് വളരെ ഉയർന്ന ചുമതല വഹിച്ചിരുന്ന ഒരാളെ തന്നെ, ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതല വഹിച്ച ആളെ തന്നെ ഈ പരിശോധനയുടെ ഒരു എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം തന്നെ ചുമതലപ്പെടുത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് വരുന്നവരൊരു തുടർ നടപടി ഉണ്ടാവില്ല. പുതിയ നോട്ടീസുകൾ കൊടുക്കില്ല, കൊടുത്ത നോട്ടീസുകൾ തുടർ നടപടികൾ ഉണ്ടാവില്ല. അത് ഗവൺമെൻറ് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു. കാരണം ഞങ്ങൾക്ക് വഖഫ് ബോർഡിനോട് ഡയറക്ഷൻ ഇതുള്ളൂ. വഖഫ് ബോർഡ് അത് അംഗീകരിച്ചു. തുടർ നടപടികളൊന്നും തന്നെ കൊടുത്ത നോട്ടീസിലുണ്ടാവില്ല. ഈ കൈവശാവകാശമുള്ള അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളിലെല്ലാം മറ്റ് നോട്ടീസ് കൊടുക്കാനും ഇനി കഴിയുന്നില്ല ഈ തീരുമാനം വരുന്നത് വരെ. അല്ല, അതുകൊണ്ടാണ് ഇത് എല്ലാ വശവും ഇവർ പരിശോധിക്കാൻ പറഞ്ഞത്. നമുക്ക് ഒരു മീറ്റിംഗ് കൊണ്ട് തീരുന്നതല്ല. ഇപ്പോൾ നമുക്കറിയാം കോടതി വിധികളുണ്ട്, വഖഫ് ട്രിബ്യൂണലിൻ്റെ ഇതുണ്ട്. സർക്കാരിന് ഇതിന് അധികാരമില്ല. നിങ്ങൾ നിസാർ കമ്മീഷൻ്റെ അത് നോക്കിയാലും അറിയാം, ഞങ്ങൾ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, വഖഫ് ബോർഡാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് ആധികാരികമായി പറയുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ നികുതി അടയ്ക്കാനുള്ള അനുമതി നൽകിയത്. അത് ചോദ്യം ചെയ്ത ഹർജികളുണ്ട്. ഏകദേശം 9 കേസുകൾ ഹൈക്കോടതി പല സ്വഭാവത്തിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കമലേഷ് ചോദിച്ചതുപോലെ ഈ സങ്കീർണതകളല്ലാണ്ട് ഒരു ഒറ്റ നിമിഷം കൊണ്ട് തീരുന്നത്. പിന്നെ ഇത് കരാറ് കൊടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ കേസുകളുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ താമസിക്കുന്നവർ നമ്മളൊരു പ്രഖ്യാപനം നടത്തി നിങ്ങൾക്കിത് അവകാശം എന്ന് പറഞ്ഞാൽ നാളെ ആർക്കും ചോദ്യം ചെയ്യാം. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ മൊത്തം സംവിധാനമല്ലേ. അതിലൊരാൾ പോയി ക്വസ്റ്റ്യൻ ചെയ്താൽ നേരെ ഇവരുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സുരക്ഷിതത്വമില്ലാതാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പ്രശ്നങ്ങൾ എത്തിയിരിക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, ശാശ്വതമായിട്ടൊരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, അതാണ് വളരെ പെട്ടെന്ന് 3 മാസം കൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകണം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അല്ല, കോടതിയിൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റേ ചെയ്തേക്കല്ലേ. അല്ല, ഗവൺമെൻറ് കക്ഷിയാണ് അതിനകത്ത്. ഗവൺമെൻറ്റിനെ കൂടി എതിർ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകൾ കേസ് കൊടുത്തിട്ടുള്ളത്. അതിൽ സിംഗിൾ ബെഞ്ച് വിധിച്ചു, ഡിവിഷൻ ബെഞ്ച് വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും സിംഗിൾ ബെഞ്ചാണ് പരിശോധിക്കുന്നത്. ആ സ്റ്റേ നിലനിർത്തിക്കൊണ്ട് പിന്നെ പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ തുടർ നടപടി കോടതിയിൽ ഗവൺമെൻറ് സ്വീകരിക്കും. നമ്മളത് സ്പീഡാക്കാനും നമ്മുടെ ഭാഗം ശക്തമായി അവതരിപ്പിക്കാനും ആവശ്യമായ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കും. ട്രിബ്യൂണൽ സർക്കാർ കക്ഷിയല്ല നിലവിൽ. കാരണം വഖഫ് ട്രിബ്യൂണലിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ. അല്ല, അതെല്ലാം പിന്നെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ അതിലേക്ക് വിട്ടുകൊടുക്കാതെ അത് ആ വഴി പോട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് എവിടെ പോയാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഒരു പരിഹാരം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു നിങ്ങളിവിടെ ഉറപ്പിക്കുന്നു, ഞങ്ങൾ നികുതി അടയ്ക്കാൻ പറഞ്ഞു. കോടതി പോയപ്പോൾ കോടതിയുടെ സ്റ്റേ ചെയ്തു. നാളെ വേറൊന്ന് പറഞ്ഞു, അപ്പോഴും ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ സ്റ്റേ ചെയ്ത് ഇവർ വീണ്ടും അനിശ്ചിതത്വത്തിലാവില്ല. ഓരോ തവണ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റില്ലല്ലോ. സമരം ചെയ്താലും പുതിയ പ്രശ്നം വീണ്ടും വന്നെന്ന് വരാം. അപ്പോൾ എന്താണ് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്താണ്, അതാണ് സർക്കാർ ശ്രമിക്കുന്നത്. ശാശ്വതമായൊരു പരിഹാരം, അതിന് ഈ കമ്മീഷൻ സഹായകരായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.